ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുപ്രതീക്ഷയുമായി പുതുവത്സരത്തെ വരവേറ്റ് ലോകം. വരവേൽക്കാനൊരുങ്ങി കേരളവും. ആശംസ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും. കേരളത്തിന് അർഹമായതെല്ലാം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് നാളെ മുതൽ. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ സമാപനം. സ്കോട്ടിഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷിൽ ഇന്ത്യയുടെ അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ വിശദമായി. മാറുന്ന കാലത്ത് ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 108ാം പതിപ്പിലൂടെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഷാ പ്രശ്നങ്ങൾ കാരണം പല കുട്ടികളും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിരുന്നു. ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും ഭാഷ ഒരു തടസ്സമാകരുത് എന്നതാണ് സർക്കാർ നയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുപ്രതീക്ഷയുമായി പുതുവത്സരത്തെ വരവേറ്റ് ലോകം. പസഫിക് സമുദ്രത്തിലെ സമാവോ കിരിബാത്തി ദ്വീപുകളിലാണ് 2024 ആദ്യമെത്തിയത്. തൊട്ടുപിന്നാലെ ന്യൂസിലൻഡിലും പുതുവർഷമെത്തി. ഓക്ലാൻഡ് ഹാർബർ ബ്രിഡ്ജിലെ സ്കൈ ടവറിൽ കൌണ്ട് ഡൌണോടുകൂടി 2023 വിട നൽകി പുതുവർഷത്തെ സ്വാഗതം ചെയ്തു. തുടർന്ന് ഓസ്ട്രേലിയയിലും ജപ്പാൻ, ചൈന എന്നിവിടങ്ങളിലും പുതുവത്സരമെത്തും. സംസ്ഥാനത്ത് പുതുവർഷം പുലരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 2024 സ്വാഗതം ചെയ്യാൻ സംസ്ഥാനത്ത് കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതുവത്സരത്തോടനുബന്ധിച്ച് സംസ്ഥാനമൊട്ടാകെ കനത്ത സുരക്ഷയും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ അർദ്ധരാത്രിയിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങിലേക്ക് നൂറുകണക്കിന് പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പുതുവത്സരാശംസകൾ നേർന്നു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് പറയുമ്പോഴും സർക്കാർ തുടരുന്ന ധൂർത്ത് അവസാനിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിന് അർഹമായതെല്ലാം കേന്ദ്രം നൽകുന്നുണ്ട്. എന്നാൽ ആ പണം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം വർക്കലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ സമാപനം. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ധർമ്മപതാക ഉയർത്തി തുടങ്ങിയ ശിവഗിരി തീർത്ഥാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെയാണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ നടന്ന സെമിനാറുകളിലും പ്രഭാഷണങ്ങളിലും നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഇന്ന് നടന്ന തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സമാപന ദിനമായ നാളെ പ്രഭാവർമ്മ, സുനിൽ പി ഇളയിടം എന്നിവർ പങ്കെടുക്കുന്ന സാഹിത്യ സമ്മേളനം നടക്കും. ഇതോടൊപ്പം നടക്കുന്ന സംഘടനാ സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിന് ശേഷം പുലർച്ചെ 2 മണിവരെ നീളുന്ന കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് നാളെ മുതൽ. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് കെ സ്മാർട്ട് ആദ്യഘട്ടത്തിൽ വിന്യസിക്കുന്നത്. ഏപ്രിൽ 1 ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും KN ബാലഗോപാലും കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 8 വരെ തുടരുന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കലോത്സവ ചരിത്രത്തിലാദ്യമായി ഒരു ഗോത്രകല കലോത്സവത്തിന്റെ ഭാഗമാകുമെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്നതിന് ശേഷമുള്ള ആദ്യ കളഭാഭിഷേകം ഇന്ന് നടന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. ശബരിമലയിൽ ഭക്തർക്ക് പുതുവത്സര സമ്മാനമായി നാളെ മുതൽ സന്നിധാനത്ത് സൌജന്യ വൈഫൈ സേവനം ലഭ്യമാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെയുള്ള 27 കേന്ദ്രങ്ങളിൽ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് ആദ്യത്തെ അരമണിക്കൂർ വൈഫൈ സൌജന്യമായിരിക്കും. തുടർന്ന് 1 GB-ക്ക് 9 രൂപ നൽകണം. ശബരിമലയിലെത്തുന്ന ഭക്തർ നേരിടുന്ന മൊബൈൽ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക ലക്ഷ്യമിട്ട് BSNL-മായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിൽ മികച്ച ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ നാളെ രാവിലെ പാനൂർ മുനിസിപ്പാലിറ്റിയിലും ഉച്ചയ്ക്ക് തലശ്ശേരി ടൌൺ ഹാൾ കോമ്പൌണ്ടിലും യാത്ര എത്തിച്ചേരും. കോളയാട്, പാട്യം പഞ്ചായത്തുകളിലും യാത്രയെത്തും.
മലപ്പുറം ജില്ലയിൽ 56 പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. നാളെ വേങ്ങര ബ്ലോക്കിലെ വേങ്ങര, കണ്ണമംഗലം പഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര. തിരുവനന്തപുരത്ത് കിളിമാനൂർ, പഴയ കുന്നുമ്മേൽ ഗ്രാമപഞ്ചായത്തുകളിൽ നാളെ പര്യടനം തുടരും. ആലപ്പുഴ ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്കിടെ മഹിളാ സമ്മാൻ പദ്ധതി ഗുണഭോക്താവ് ശ്രീമതി രാജലക്ഷ്മി പ്രവീൺ തന്റെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. നിക്ഷേപം തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ച സമയത്താണ് പേപ്പറിൽ മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് വായിച്ചറിഞ്ഞത്. അതനുസരിച്ച് ഞാൻ തൊട്ടടുത്തുള്ളൊരു പോസ്റ്റ് ഓഫീസിൽ പോവുകയും ഇത് തുടങ്ങണമെന്നതിനെക്കുറിച്ച് അവരോട് ഞാൻ പറയുകയും ചെയ്തു. അതനുസരിച്ച് എല്ലാ രേഖകളുമായിട്ട് വരാൻ അവർ പറഞ്ഞു. വളരെ വേഗം തന്നെ അവർ എനിക്കതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. ഞാനിപ്പോൾ ഒരു മഹിളാ സേവിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഹോൾഡറാണ്. പോസ്റ്റ് ഓഫീസിൽ ചെന്ന് നമുക്ക് വളരെ വേഗം തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. ലക്ഷദ്വീപിൽ മൻ കി ബാത്ത് പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചത് വിദ്യാർത്ഥികളും വനിതകളും ഉൾപ്പെടെ ലക്ഷദ്വീപിൽ നിരവധി പേർ. ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം കാത്തുസൂക്ഷിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വലിയ പ്രചോദനമായതായി കവരത്തി കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ പറഞ്ഞു. ദക്ഷിണ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് ചുമതലയേറ്റു. ഇന്ന് കൊച്ചി നേവൽ ബേസിൽ നടന്ന ചടങ്ങിൽ വൈസ് അഡ്മിറൽ MA ഹംബി ഹോളിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതലയേറ്റത്. അയോധ്യയെ CPM രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ക്ഷണമില്ല, വ്യക്തികൾക്കാണ് ക്ഷണം. ഇക്കാര്യത്തിൽ പാർട്ടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം എറണാകുളത്ത് പറഞ്ഞു. കൊല്ലത്ത് മത്സ്യബന്ധന വള്ളം തകർന്ന് കടലിലകപ്പെട്ട 5 മത്സ്യത്തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. നീണ്ടകരയിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. ബോട്ട് കരക്കാറ്റിൽപ്പെട്ട് തകർന്ന് മുങ്ങുകയായിരുന്നു. എഡിൻബർഗിൽ നടന്ന 2023 സ്കോട്ടിഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷിൽ പെൺകുട്ടികളുടെ അണ്ടർ 19 വിഭാഗത്തിൽ അനാഹത് സിംഗിന് കിരീടം. സ്കോട്ട്ലൻഡിന്റെ റോബിൻ മക് ആൽപൈനെയാണ് ഇന്ത്യൻ താരം തോൽപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുപ്രതീക്ഷയുമായി പുതുവത്സരത്തെ വരവേറ്റ് ലോകം, വരവേൽക്കാനൊരുങ്ങി കേരളവും. കേരളത്തിന് അർഹമായതെല്ലാം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ-സ്മാർട്ട് നാളെ മുതൽ. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ സമാപനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.